നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. LBSൽ എല്ലാ വർഷവും നിരവധിയായിട്ടുള്ള കുട്ടികൾക്ക് സ്പോർട്സിനും NSCCക്കും ഒക്കെ റിസർവേഷൻസ് നൽകാറുണ്ട്. അപ്പോൾ പല കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, സ്പോർട്സിലും ഒക്കെ നല്ല രീതിയിൽ മികവ് ലഭിക്കുന്ന കുട്ടികളാണ്, അവർക്ക് എന്തെങ്കിലും രീതിയിൽ നമുക്ക് LBS വഴിയൊക്കെ ആണെങ്കിൽ ഗവൺമെൻറ് കോളേജുകളിലേക്ക് അഡ്മിഷൻസ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടോ? അപ്പോൾ അതിനെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ LBS വഴി നമ്മൾ സ്പോർട്സിൻ്റെ റിസർവേഷൻസ് അവൈലബിൾ ആണ്. മെയിനായിട്ട് ടീം ഇവൻറ്റ്സിനും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇവൻറ്റ്സിനും ഒക്കെയാണ് നമുക്ക് സ്പോർട്സിന് റിസർവേഷൻസ് ലഭിക്കുക. അപ്പോൾ സ്പോർട്സിൽ മികവുള്ള കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഈ ഒരു ഓപ്ഷനും കൂടെ നിങ്ങൾ കൊടുക്കാതെ പോകരുത്. കാരണം നിരവധി കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഗവൺമെൻറ് കോളേജുകളിലേക്ക് തന്നെ അഡ്മിഷൻസ് ലഭിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഈ പറഞ്ഞ പോലെ LBSന് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് കൊടുക്കുന്ന വേളയിൽ തന്നെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സെക്രട്ടറിക്ക് നമ്മൾ അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മൾ പോസ്റ്റലായിട്ട് തന്നെ അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ അയച്ചു കൊടുക്കുന്ന അഡ്രസ്സ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അഡ്രസ്സിലേക്ക് നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മൾ അയച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ സ്പോർട്സിൽ തന്നെ ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ ടീം ഇവൻ്റ് ആയിക്കോട്ടെ ഏതിലാണ് ഏറ്റവും ഹയസ്റ്റ് പ്രൊഫഷൻസി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്, അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസും കൂടെ ഇതിനോടൊപ്പം തന്നെ അയച്ചു കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രണ്ട് ഡോക്യുമെൻറ്റുകൾ നമ്മൾ സ്പോർട്സ് കൗൺസിലിലേക്ക് അയച്ചു കൊടുത്ത് അവരത് വെരിഫൈ ചെയ്ത് അവർ 500 മാർക്കുകൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ആ ഒരു മാർക്ക് LBSൻ്റെ സെൻറ്ററിലേക്ക് അവർ അയച്ചു കൊടുക്കും. അതേസമയം LBS സെൻറ്ററിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് നമ്മൾ +2 ലഭിച്ചിരിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 500 മാർക്ക് അവരും കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ 2 മാർക്കുകളും ചേർത്തിട്ട് ഏകദേശം 1000 മാർക്കിൽ ഒരു മാർക്കുകൾ അവർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ഒരു മെറിറ്റ് മാർക്കുകൾ ഇടുകയും ആ മെറിറ്റ് മാർക്കിൻ്റെ അടിസ്ഥാനപ്പെടുത്തി റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്ത് അതിൽ ഏറ്റവും ടോപ്പർ ആയിട്ടുള്ള കുട്ടികൾക്കായിരിക്കും നമുക്ക് അഡ്മിഷൻസ് ലഭിക്കുക. അപ്പോൾ സ്പോർട്സിൽ ഇൻഡിവിജ്വൽ ഇവൻറ്റിനും ടീം ഇവൻറ്റിനും ഓരോ സീറ്റുകളാണ് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളിലെ അഡ്മിഷൻസിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്പോർട്സിൽ മികവുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം കൂടെ ചെയ്ത് നോക്കുക. കാരണം ഒരു പക്ഷേങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള മാർക്കുകളുണ്ട്, അതോടൊപ്പം തന്നെ സ്പോർട്സിൽ അത്യാവശ്യം ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ലെവലിലൊക്കെ നിങ്ങൾ പോകുന്ന കുട്ടികളാണ്, തീർച്ചയായിട്ടും ഈ ഒരു അവസരം കൂടെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇതിനേക്കാളും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള മറ്റൊരു ഓപ്ഷനാണ് NCC കോട്ട എന്നുള്ളത്. ഈ NCCയുടെ റിസർവേഷൻസ് ലഭിക്കുവാനായിട്ട് നമ്മൾ NCCയുടെ ഏത് യൂണിറ്റിലാണ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ യൂണിറ്റ് ഓഫീസർ ഫോർവേഡ് ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ഡോക്യുമെൻറ്റുകൾ, അതായത് NCCയുടെ സർട്ടിഫിക്കറ്റുകൾ, LBSൻ്റെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട്, ഇതെല്ലാം തന്നെ നമ്മൾ NCCയുടെ യൂണിറ്റ് ഓഫീസർ തന്നെ ആയിരിക്കണം ഈ NCCയുടെ തിരുവനന്തപുരത്തുള്ള ഹെഡ് ഓഫീസിലേക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ NCCയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലിനാണ് നമ്മളിത് അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ അവരും ഈ പറയുന്ന രീതിയിൽ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു 500 മാർക്കുകൾ അവർ കാൽക്കുലേറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ LBS സെൻറ്ററിൽ നിന്നും നമ്മുടെ +2 മാർക്കിൻ്റെ അനുപാതത്തിൽ അവരും ഒരു 500 മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ ഈ 500 കൂട്ടി 1000 മാർക്കുകളാണ് അവർ പബ്ലിഷ് ചെയ്യപ്പെടുക. അപ്പോൾ ആ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും റാങ്ക് ലിസ്റ്റുകൾ ഇടുകയും അതിൽ നിന്നും ഏറ്റവും ടോപ്പ് വരുന്ന 3 കുട്ടികൾക്കായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻസ് ലഭിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഒരു പക്ഷേ നിങ്ങൾ സ്പോർട്സിൽ മികവുള്ളവരോ NCCയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കേഡറ്റുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരവും നിങ്ങൾ മിസ് ചെയ്യാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പല കുട്ടികളും മാർക്കുകൾ കുറച്ച് താരതമ്യേന കമ്പാരിറ്റീവ്ലി കുറവുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന രീതിയിൽ നല്ല ഹൈലി പ്രൊഫഷൻ്റ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ കാൽക്കുലേഷൻസ് എല്ലാം നടത്തി കഴിയുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ NCCയുടെ അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ മികവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുകയും അതിനനുസരിച്ച് അഡ്മിഷൻസ് ലഭിക്കുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.